അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ആവും. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് നമ്മുടെ ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ ക്രാഷ് ടെസ്റ്റ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുമായിരിക്കും, ഈ വണ്ടി എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മോട്ടോർ വാൾട്ട്. എന്തെല്ലാവർക്കും സുഖല്ലേ? അപ്പം ഗൈസ്, നമ്മൾ കഴിഞ്ഞ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് എക്സ്പ്ലനേഷൻ വീഡിയോ, അതായത് നിങ്ങൾ ചോദിക്കുന്ന കമൻറ്റിനുള്ള അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള റിപ്ലൈ തരുന്ന ഒരു സെഗ്മെൻറ്റാണ് നമ്മൾ ഈ ഒരു സീരീസിലോട് കൂടി ഉദ്ദേശിക്കുന്നത്. അതായത് ഒരു 4-5 മിനിറ്റൊക്കെ ഈ ഒരു വീഡിയോ കാണത്തുള്ളൂ, എന്നാൽ നിങ്ങൾ ചോദിച്ചേക്കുന്ന ആ ഒരു ഉത്തരം നിങ്ങൾക്ക് അതിനകത്തുനിന്ന് കിട്ടുകയും ചെയ്യും. അപ്പം 3ാമത്തെ വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. എന്താണ് ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ എക്സ്പൾസ് ഇരിക്കുന്നു. നമ്മൾ ഓൾറെഡി ഈ വണ്ടിയുടെ കുറച്ചധികം വീഡിയോസൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെയായാലും ഇവൻ്റെ മോഡിഫിക്കേഷൻസ്, അതായത് കുറച്ച് ബേസിക്കായിട്ടുള്ള കുറച്ച് മോഡിഫിക്കേഷൻസ് ഞാൻ ഈ വണ്ടിയിൽ വരുത്തിയിട്ടുണ്ട് ഓഫ് റോഡ് കൊണ്ടുപോകാനായിട്ട്, ഒരു ബിഗിനർ എന്നുള്ള നിലയ്ക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ വണ്ടിയുടെ കാര്യങ്ങൾ, നമ്മളൊരു ബ്യൂട്ടിഫുൾ ലൊക്കേഷനിലാണ് കേട്ടോ നിൽക്കുന്നത്. നല്ല കിളിയുടെ കരച്ചിലും നല്ല പച്ചപ്പൊക്കെ ഉള്ള നല്ല അന്യായ ഒരു സ്ഥലത്താണ് കേട്ടോ നിൽക്കുന്നത്. അപ്പോൾ നല്ല ഫ്രെയിമാണ് ഇവിടെ സത്യത്തിൽ നമ്മളിങ്ങനെ നിൽക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഫസ്റ്റിൽ തന്നെ നമുക്ക് പറയാനാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ക്രാഷ് ഗാർഡ് മസ്റ്റായിട്ട് നമ്മൾ വെച്ചിരിക്കണം. അതായത് ഞാൻ മോട്ടോടോർക്കിൻ്റെ ഒരു ക്രാഷ് ഗാർഡാണ് വെച്ചിട്ടുള്ളത്. ലൈവ് ടെസ്റ്റിങ് ഞാൻ എന്തൊക്കെയാലും ഇപ്പം തന്നെ ചെയ്യുന്നതായിരിക്കും. അതായത് ഞാൻ ജസ്റ്റ് ഒന്ന് വണ്ടി മറിച്ചിടാനായിട്ട് പോവുകയാണ്. അപ്പോൾ എത്രത്തോളം വണ്ടിയുടെ ഈ ഹാൻഡ് ഗാർഡിനൊക്കെ പ്രൊട്ടക്ഷൻ കിട്ടുന്നുണ്ടോ, ചിലപ്പം പൊട്ടിയേക്കാം, എന്തിരുന്നാലും കുഴപ്പമില്ല, നമ്മൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കിയാണ് കേട്ടോ. ഏകദേശം ഈ ഒരു ഭാഗം വരെ ബൾജ് ചെയ്ത് നിൽക്കുകയാണ്. മൊത്തത്തിലാണ് ഇതിൻ്റെ ആ ഒരു ക്രാഷ് ഗാർഡിൻ്റെ ഡിസൈനിങ് കാര്യങ്ങളൊക്കെ, എഞ്ചിനും അതുപോലെ തന്നെ ആ ഒരു ക്രാങ്കിൻ്റെ ആ ഒരു കേസിനൊക്കെ നല്ല രീതിയിൽ പ്രൊട്ടക്ഷൻ തരും എന്ന് പ്രതീക്ഷിക്കുന്നു. എന്നിരുന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് തള്ളിയിട്ട് നോക്കാനായിട്ട് പോവാണ്. എന്തൊക്കെയാണ് ഞാൻ തള്ളിയിടുന്നുണ്ട് ഉടനെ തന്നെ. അതുപോലെ തന്നെ ഫസ്റ്റിൽ തന്നെ ക്രാഷ് ഗാർഡ് വെച്ചു. ഏകദേശം ഒരു 4000-4500 ആ റേഞ്ചിലൊക്കെയാണ് ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ റേറ്റ്. നമ്മുടെ മോട്ടോ കൗണ്ടിൽ നിന്നാണ് ഞാൻ ഈ ഒരു ക്രാഷ് ഗാർഡ് വെച്ചത്. അതുപോലെ തന്നെ ഞാൻ ഹാൻഡ് ഗാർഡ് മാറ്റാനുള്ള പ്ലാൻ ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷേ ഹാൻഡ് ഗാർഡ് എനിക്ക് മാറ്റേണ്ട ആവശ്യം വന്നില്ല. കാര്യം OBD2-ൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ജോയിൻറ്റഡ് ആയിട്ട് വരുന്ന നല്ല എന്താ പറയണ്ട ഒരു ഹാൻഡ് ഗാർഡാണ് വരുന്നത്. വൈസറും മാറ്റേണ്ടതായിട്ട് വന്നിട്ടില്ല. വൈസറും സ്റ്റോക്കായിട്ട് തന്നെ നല്ല വൈസറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അതുപോലെ തന്നെ 2ാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഹാൻഡിലാണ്. ഈ ഹാൻഡിൽ എന്ന് പറയുന്നത് ROBയുടെ ആണ്. നമ്മുടെ റിപ്പബ്ലിക് ഓഫ് ബൈക്കേഴ്സിൻ്റെ ഓൺ പ്രൊഡക്റ്റാണ്. അവരുടെ ആ ഒരു ബാർ ഹാൻഡിലാണ്. ഒരുപാട് ആൾക്കാർ നല്ല രീതിയിൽ പൊങ്ങിയിരിക്കുന്ന ബാർ ഹാൻഡിൽ വെക്കുന്നതായിട്ട് കണ്ടു. അതൊരു എച്ച് ഷേപ്പിൽ. അത് ഈ വണ്ടിയുടെ ടോട്ടൽ ലുക്കിനെ ഡിസ്ട്രോയ് ചെയ്ത് കളയും എന്നുള്ളതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതൊന്നും ആരും വെക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. നമ്മുടെ ഹാൻഡിലിങ്ങിനെയൊക്കെ ബാധിക്കും. പക്ഷേ ഇത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡിൽ ബാർ റേസറിൻ്റെ ആവശ്യവും ഇല്ല. ബട്ട് ലുക്ക് എന്താ പറയുക, കുറയാതിരിക്കുന്നതിലുപരി വണ്ടിയുടെ ലുക്ക് മാരകമാകും എന്നുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം എന്താ ലുക്കല്ലേ ആ ഒരു ഓഫ് റോഡിങ്ങിൻ്റെ വണ്ടി. നമ്മൾ പഴയ ആ ഒരു ഇസഡൊക്കെയാണ് എനിക്ക് ഓർമ്മ വരുന്നത്. നല്ല രസമുണ്ട് സംഭവം. ഒരു പ്രോപ്പർ എൻഡ്യൂറോ ലുക്ക് ഈ ഒരു ടൈലൈറ്റും കൂടെ വെക്കുന്നതോട് കൂടി നമ്മുടെ വണ്ടിക്ക് വരുന്നുണ്ട്. പക്ഷേ ഇതൊരു ഡീമെറിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മഴ സമയത്ത് നമുക്ക് വണ്ടി കൊണ്ട് വെളിയിറങ്ങാൻ പറ്റത്തില്ല. അത്രമാത്രം ചെളി അടിച്ച് നമ്മുടെ ദേഹത്തോട്ട് കയറുന്നുണ്ട് ഈ ഒരു ടൈലൈറ്റ് വഴി. പക്ഷേ ടൈലൈറ്റ് മാരക ലുക്കാണ് കേട്ടോ. ഒരുതപ്പെട്ട എല്ലാവരും ഈ ഒരു ടൈലൈറ്റ് വെക്കുന്നുണ്ട്. പക്ഷേ അത് ബേസിക് ആയിട്ടുള്ള മോഡിഫിക്കേഷനാണ് കേട്ടോ. നമ്മൾ മാരകമായിട്ടുള്ള മോഡിഫിക്കേഷനൊന്നും തന്നെയല്ല. മാരകമായിട്ടുള്ള മോഡിഫിക്കേഷനൊക്കെ ഉടൻ തന്നെ വരുന്നതായിരിക്കും നമ്മുടെ ഈ ഒരു വണ്ടിയിൽ. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ വണ്ടിയിൽ ഞാൻ ചെയ്തിട്ടുള്ള മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മോഡ്സ് എന്ന് പറയുന്നത്. ഹെഡ്ലൈറ്റ് എനിക്ക് ഇതുവരെ മാറ്റേണ്ട ആവശ്യം വന്നിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ട്വിൻ പ്രൊജക്ടർ LED ഹെഡ് ലാമ്പും വരുന്നുണ്ട് നമ്മുടെ ഡിമ്മിനായിട്ട്. ബ്രൈറ്റിനായിട്ട് ഇവിടെ ഒരു ത്രോ ചെയ്ത് നിൽക്കുന്ന ഒരു LED നമുക്ക് കാണാൻ സാധിക്കും. ഭയങ്കരമായിട്ട് ഈ ഒരു ലെവലിലൊക്കെയാണ് അതിൻ്റെ ത്രോ കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ എതിരെ വരുന്ന ആൾക്കാരുടെ കണ്ണ് മിന്നിപ്പോവും. പക്ഷേ ഇത് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ എനിക്ക് ഈ വണ്ടിയിൽ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ ഞാൻ എന്തൊക്കെയാലും അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. നമ്മൾ പോസിറ്റീവ് മാത്രം പറഞ്ഞാൽ പോരല്ലോ, നമ്മൾ ഇഷ്ടപ്പെടാത്തയും ഹീറോ മസ്റ്റായിട്ടും അപ്ഗ്രേഡ് ചെയ്യേണ്ട കാര്യങ്ങളെ പറ്റിയിട്ട് ഞാൻ അടുത്ത ഒരു ഷോർട്ട് വീഡിയോയിൽ ഞാൻ എന്തൊക്കെയാലും ഞാൻ പറഞ്ഞു തരാം. അപ്പം മോഡിഫിക്കേഷൻസ് തീർന്നിട്ടില്ല. ഇനിയും ഒരുപാട് മോഡിഫിക്കേഷൻസ് നമ്മുടെ വണ്ടിയിൽ ഞാൻ എന്തൊക്കെയാലും ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. റാലി സീറ്റ് ഉൾപ്പെടെയുള്ള കുറേ അധികം കാര്യങ്ങൾ നമ്മുടെ വണ്ടിയിൽ ഞാൻ ചെയ്യുന്നുണ്ട് തീർച്ചയായിട്ടും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ആവും. ഒരു കാര്യം വിട്ടുപോയി, നമ്മൾ ഈ ഒരു ക്രാഷ് ടെസ്റ്റ് നമ്മുടെ ഈ ഒരു ക്രാഷ് ഗാർഡിൻ്റെ ക്രാഷ് ടെസ്റ്റ് നിങ്ങൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുമായിരിക്കും, ഈ വണ്ടി എന്തിനാണ് ഇങ്ങനെ നശിപ്പിക്കുന്നത് എന്നുള്ള കാര്യമൊക്കെ. ഒരിക്കലും വണ്ടി നശിപ്പിക്കുന്നതല്ല. ഇവർ ഹീറോക്കാർ നമുക്ക് ഈ ഒരു ഇതുപോലുള്ള രീതിയിലൊക്കെ ഈ വണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് തരുന്നതാണ് കേട്ടോ. അപ്പം നിങ്ങൾക്ക് ഉപകാരപ്രദം ആവാൻ വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടെസ്റ്റ് ചെയ്യുന്നത്. ഒരിക്കലും ഇതൊരു ഓൺ
പർപ്പസിന് വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വണ്ടിയല്ല, ടോട്ടലി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നിട്ടുള്ള വണ്ടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മളിത് എൻ്റെ ചങ്ക് സത്യം പറഞ്ഞാൽ എന്നാലും ഒന്ന് തകർന്നിട്ടുണ്ട്. കാര്യം നമ്മുടെ വണ്ടി ഇങ്ങനെ തെള്ളിയിടുന്നത് ആർക്കും അങ്ങനെ ഇഷ്ടപ്പെടുന്നൊരു സംഭവമല്ല. ഫസ്റ്റിൽ തന്നെ നമ്മുടെ എന്തൊക്കെയാണ് വണ്ടിക്ക് പണി വന്നിട്ടുള്ളതെന്നുള്ള കാര്യം നമുക്ക് വണ്ടി ഒന്ന് പൊക്കി നോക്കിയിട്ട് നോക്കാം. ചങ്ക് തകർന്നു കേട്ടോ. നമുക്ക് എന്തൊക്കെയല്ല ഇവിടെ ഫോൺ വെച്ചിട്ട് നമ്മുടെ വണ്ടി പൊക്കിയെടുക്കാം. വണ്ടി പൊക്കിയെടുത്തിട്ടുണ്ട്. നമ്മുടെ ക്രാഷ് ഗാർഡ് ഇതേ തട്ടിയിട്ട് പോലും ഇല്ല, ജസ്റ്റ് തട്ടിയിട്ടുണ്ട്, എന്നായിരുന്നാലും പൊട്ടിയിട്ടില്ല. അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഇതിൻ്റെ ഹാൻഡ് ഗാർഡിന് പ്രൊട്ടക്ഷൻ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതേ നിങ്ങൾക്കിവിടെ കാണാം, ഇവിടെ കുത്തി എത്രത്തോളം ഇമ്പാക്റ്റിലാണ് വീണത് നോക്കി. വലിയൊരു കുഴിയായി ഇവിടെ, അത്രമാത്രം ഇതേ ഫുഡ് പാക്ക് നമുക്ക് ഇവിടെ കാണാം. ഇത് അഡ്ജസ്റ്റബിൾ ആണ്, അതുകൊണ്ട് തന്നെ ഓടിയാൻ ചാൻസും കാര്യങ്ങളൊക്കെ കുറവാണ്. ഈ ഭാഗമൊക്കെ നല്ല രീതിയിൽ ഇടിച്ചാണ് വീണേക്കുന്നത്. ഒരു വലിയൊരു സംഭവമല്ല, എന്നിരുന്നാലും നോർമലി ഉള്ള വീഴ്ചകളിലൊക്കെ കുഴപ്പമില്ലാതെ നമ്മുടെ ഇത് മിററൊക്കെ കണ്ടില്ലേ, കുഴപ്പമില്ല. നമുക്ക് ഇതൊക്കെ റഫ് യൂസിനുള്ള വണ്ടികളാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ വണ്ടി യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിലാണ്. ബൈ.